നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണമെന്ന് CPI ചേർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറിയായി KK ജോബിയെ തിരഞ്ഞെടുത്തു. കേരള കർഷക സംഘം കോടന്നൂർ സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറ് പെരുമ്പള്ളിശ്ശേരി ശ്രീരാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാർത്തകൾ വിശദമായി. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണമെന്ന് CPI ചേർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ, KK രാജേന്ദ്ര ബാബു, PS സനത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിയായി KK ജോബിയെ തിരഞ്ഞെടുത്തു. കേരള കർഷക സംഘം കോടന്നൂർ മേഖലാ സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു. ഏരിയ സെക്രട്ടറി KS മോഹൻദാസ്, KK മണി, VV സാജൻ, MP സതീഷ് ബാബു, കമലാഭായ്, ശശി പുതുമന, കല അനിൽ, ഷീജ സുരേഷ്, IV കുട്ടൻ, ജയാനന്ദൻ KN, AS സുരേഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ AK രാധാകൃഷ്ണൻ, സ്റ്റേനി ചാക്കോ, VV സാജൻ എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറ് പെരുമ്പള്ളിശ്ശേരി ശ്രീരാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, നാമജപം എന്നിവയുമുണ്ടായിരുന്നു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂളിലെ IT, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥൻ വിനോദ് മുളങ്ങുന്നത്തക്കാവ് ബോധവൽക്കരണ ക്ലാസ് നേതൃത്വം നൽകി. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. IT ക്ലബ് കോർഡിനേറ്റർ VC അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ആരതി ഗുപ്ത, നീന ഗുപ്ത എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് വരും. ഇതൊരു ചതിക്കുഴിയാണ്. അപ്പോൾ ഇത് വന്ന വഴിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓ, സ്ത്രീകളല്ലേ, അപ്പോൾ ഒന്ന് ഇരിക്കട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പോ വേണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 50 സ്റ്റീൽ ബെഞ്ചുകൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉപദേശക സമിതി സെക്രട്ടറി B ശശിധരൻ, ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ്, സമിതി അംഗവും നാട്ടിക പഞ്ചായത്ത് അംഗവുമായ CS മണികണ്ഠൻ, മാനേജർ മനോജ് K നായർ, ഉപദേശക സമിതി സെക്രട്ടറി B ശശിധരൻ, ട്രഷറർ VR പ്രകാശൻ എന്നിവർ സംസാരിച്ചു. മറ്റു ദേവസ്വം ഓഫീസർമാർ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തർ, ഉപദേശക സമിതി അംഗങ്ങളായ നാരായൺകുട്ടി, PG സുകുമാരൻ, പുഷ്കരൻ, മണികണ്ഠൻ പടിപ്പുരക്കൽ, അജയൻ, രാജി രഞ്ജൻ, സൗമ്യ രൂപേഷ്, ബിന്ദി ഉണ്ണികൃഷ്ണൻ, കൃഷ്ണദാസ് തൈവളപ്പിൽ, സൽഗുണൻ, പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് വീണ്ടും പണം കവർന്നു. പുഴയോരത്തെ വന്നേരി കുടുംബക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. മതിൽ ചാടി അകത്ത് കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്.
മോഷ്ടാവ് വരുന്നതും പണം കവർന്നു പോകുന്ന ദൃശ്യവും സമീപം സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 10-നും അതിനു മുൻപ് പലതവണയും മോഷണം നടന്നിട്ടും മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷണം വർദ്ധിച്ചതോടെയാണ് ക്ഷേത്രത്തിന് സമീപം CCTV ക്യാമറ സ്ഥാപിച്ചത്. വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്നും അന്വേഷണത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടും മോഷ്ടാവിനെ പിടികൂടാനായില്ലെന്നാണ് ആക്ഷേപം. തളിക്കുളം നോർത്ത് GMLP നോർത്ത് സ്കൂൾ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. 3 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്കൂളിലേക്ക് ആവശ്യമായ ട്രസ് വർക്ക്, ഹാൻഡ് വാഷിംഗ് ഏരിയ, ഇന്റർലോക്ക്, മതിൽ പൂർത്തീകരണം തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണവും സ്കൂളിൽ ആരംഭിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബുഷറ അബ്ദുൽ നാസർ, സന്ധ്യ മനോഹരൻ, BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ചിത്രകുമാർ എന്നിവർ സംസാരിച്ചു. BRC ട്രെയിനർമാരായ അനീഷ, പ്രീത, തൊഴിലുറപ്പ് മുരളീകൃഷ്ണ, തൊഴിലുറപ്പ് ജീവനക്കാരായ ധനീഷ, ഷൈബ, PT പ്രസിഡന്റ് സലീം, GMLP നോർത്ത് സ്കൂൾ പ്രധാന അധ്യാപിക ജീജ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പാരമ്പര്യ വൈദ്യൻ മാത്തപ്പൻ വൈദ്യർ വിടവാങ്ങി. 3 തലമുറകളായി പാരമ്പര്യ ചികിത്സാ രംഗത്ത് സജീവ സാന്നിധ്യമായാണ് മാത്തപ്പൻ വൈദ്യർ ഓർമ്മയാകുന്നത്. തന്റെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പാരമ്പര്യ ചികിത്സ. ചികിത്സാ രംഗത്തെ തന്റെ സേവനത്തിന് നിരവധി ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരിക്കലും ഒരു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ആയിരുന്നില്ല ചികിത്സ നടത്തിയിരുന്നത്, തികച്ചും സേവനത്തിനു വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാധാരണക്കാരും അവസാനമായി ഒന്ന് കാണാനും അന്തിമോപചാരം നൽകാനുമായി എത്തി. പരമ്പരാഗത കാർഷിക കുടുംബമായതുകൊണ്ട് തന്നെ നല്ലൊരു കൃഷിക്കാരനും കൂടിയായിരുന്നു വൈദ്യർ. വൈദ്യശാസ്ത്ര ലോകം ഇത്രയും പുരോഗതി കൈവരിക്കുന്നതിനു മുൻപ് ചികിത്സയ്ക്ക് വേണ്ടി ഈ പ്രദേശത്തിന്റെ ഏക ആശ്രയം ഈ കുടുംബമായിരുന്നു. മക്കളായ ഇഗ്നേഷ്യസ്, ജോഫി, ഷാഫി, വിൽഫി, ഡർഫി എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. മുല്ലശ്ശേരി നല്ലിടൻ ദേവാലയത്തിൽ സംസ്കാരം നടത്തി. കൊടുങ്ങല്ലൂരിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമലേശ്വരം മുരളി വർക്ക്ഷാപ്പിന് പടിഞ്ഞാറുവശം പനാണ്ടി വലയിൽ ബിനേഷിന്റെ ഭാര്യ സുമി ആണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയാതളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത്. കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടം. ചൂണ്ടൽ സ്വദേശിയായ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ചൂണ്ടൽ മേലേക്കാവ് സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ കുമാരന്റെ മകൻ 55 വയസ്സുള്ള മനോജിനാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ധീരജ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിന് മുൻപിലെ ബൈക്ക് യാത്രികൻ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് യാത്രികനെ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ജൂനിയർ ഹിസ്റ്ററി, HSST ജൂനിയർ കെമിസ്ട്രി എന്നീ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 13-ന് ഉച്ചയ്ക്ക് 1:30-ന് സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 23 43 388. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണമെന്ന് CPI ചേർപ്പ് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറിയായി KK ജോബിയെ തിരഞ്ഞെടുത്തു. കേരള കർഷക സംഘം കോടന്നൂർ സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി ശ്രീരാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.